ഷാർജ ഷാർജ ഇത് വെള്ളത്തിൻ്റെ ടാങ്ക്. നമുക്കതിൻ്റെ അടുത്ത് വരെ വണ്ടി പോകണ്ടപ്പോൾ ഇവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു വിജനമായ സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്ഥലങ്ങളൊന്നുമല്ല. ആളുകളൊക്കെ വളരെയധികം കുറവാണ് ഇവിടെയൊക്കെ കേട്ടോ. ടാങ്കർ കണ്ടോ, ഇതാണ് ഇവിടുത്തെ വെള്ളത്തിനെ ആശ്രയിക്കുന്നത്. കാറൊക്കെ കണ്ടോ പൊടി പിടിച്ച് കിടക്കണത്. ആളുകളൊക്കെ താമസം കുറവാണ് ഇവിടെയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ. ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, സംഭവമുണ്ട്, സെറ്റപ്പ് സ്ഥലമാണ്. മല കണ്ടോ, കടകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ല, ഇപ്പോൾ സെറ്റപ്പായി കിടക്കുന്നു. നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഒരു കാറ് പൊടി പിടിച്ച് കിടക്കണമെങ്കിൽ ദുബായ് രജിസ്ട്രേഷനാണ്. ഒമാനിലാണ് ഉള്ളത് കേട്ടോ. എന്തുട്ടാ വണ്ടിയില്ലേ പൊടി പിടിച്ച് കിടക്കണുണ്ട്. ആർക്കും വേണ്ടാണ്ടൊക്കെ എടുക്കുക. അതേപോലെ ഒരു പെട്രോളിൻ്റെ ഒരു വണ്ടി കാര്യങ്ങൾ. പിന്നെ അവിടെ അതേ കുറച്ച് പാകിസ്ഥാനികളൊക്കെ പണിയുന്നുണ്ട്, ചെറിയ ചെറിയ പണി. ഇത് കണ്ടോ, ഇത് വെള്ളം നിറച്ച് കൊണ്ടുപോകുന്ന വണ്ടിയാണ് കേട്ടോ. അത് ഇതൊരു പമ്പാണ്. ഈ പമ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാങ്കിലത്തെ വെള്ളം പുറത്തേക്ക് വരും. അങ്ങനെയാണ് അതിൻ്റെ സജ്ജീകരണങ്ങൾ. ഇതൊരു അതിർത്തിയാണിത്, ബോർഡറാണ്. ഒമാൻ്റെയും ഷാർജയുടെയും ബോർഡറായ കാരണം ഈ സംഭവം ഇങ്ങനെ കേട്ടോ. കടകളൊക്കെ പഴയ കാലത്തെ കടകളൊക്കെ ആയിരുന്നു, ഹോട്ടല് അത് അതൊക്കെ കഴിഞ്ഞു. ബാക്കിൽ മറ്റേ ടാങ്കർ, വെള്ളത്തിൻ്റെ ടാങ്ക് വെച്ച് കൊണ്ടുപോകണുണ്ട്. ഇതാണ് സംഭവങ്ങൾ. പിന്നെ ഒരു കാർ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് ഷാർജ ഒമാൻ്റെ ബോർഡർ കേട്ടോ. നമുക്ക് പറ്റുവെച്ചെങ്കിൽ അവിടെ വരെ ജസ്റ്റ് ഒന്ന് പോകാം. ചോദിച്ചു നോക്കണം. ഒമാനിയൻ ഡ്രൈവറാണ് ഉള്ളത്. ഒരു അതിർത്തി ഗ്രാമം, ഒമാൻ്റെയും ഷാർജയുടെയും ഒരു അതിർത്തി ഗ്രാമമാണത്. ഒരു വലിയൊരു ടാങ്കുണ്ട്, വെള്ളത്തിൻ്റെ ടാങ്ക്. ഇവിടുത്തെ ഈ ഗ്രാമത്തിലെ ആശ്രയമാണ്, ജലാശ്രയമാണ് കേട്ടോ. മലയുടെ ഹൈറ്റ് ഉണ്ടെന്നുണ്ടല്ലോ ഏകദേശം. ഇതവിടെ അങ്ങ് കണ്ടോ, നിങ്ങളതിൻ്റെ അപ്പുറത്ത് കാണുന്നുണ്ടോ, അതാണ് കുറേ ഫെൻസിങ് ഒക്കെ കെട്ടിയിട്ട് ബോർഡറാണ് ഷാർജയുടെയും ഒമാൻ്റെയും. ഹൈ ലെവലിൽ ഇതിലേക്കാണ് അതിൻ്റെ ബോർഡറും കാര്യങ്ങളൊക്കെ കെട്ടിപ്പോകുന്നത് കേട്ടോ. ഒരു വണ്ടി വരുന്നുണ്ട്, അതാണ് പറഞ്ഞത് ഷാർജയുടെ ബോർഡർ. ഷാർജ ഒമാൻ്റെ ബോർഡറാണത്, ഇലക്ട്രിസിറ്റി ബോർഡറാണ് കേട്ടോ. അടിപൊളി സ്ഥലങ്ങളാണ് അതൊക്കെ. കണ്ട അങ്ങ് കാണാനാണ് ബോർഡർ. ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് കാണിച്ചു തരാൻ പറ്റുന്നുണ്ട്. പറ്റുവെച്ച് നിങ്ങൾ അവിടേക്ക് പോവാം, സൂം ആവുന്നില്ല. അവിടെ പോയിട്ട് നോക്കാം നമുക്ക്. എന്താല്ലേ, ഒരു ഗ്രാമമാണ്, ഒമാൻ്റെ ഒരു അതിർത്തി ഗ്രാമമാണ്, ബോർഡറാണ്. ഷാർജയുടെയും ഒമാൻ്റെയും അതിർത്തി ഗ്രാമമാണ് കേട്ടോ അത്. ഒരു മനുഷ്യ കുഞ്ഞില്ല, ഒരു കട, ഒരു കട മാത്രമുള്ളൂ അവിടെ. ഒരു കോസറി പോലത്തെ ഒരു കട, ഒരു സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. ഒരു ടാങ്കർ കിടക്കണുണ്ടോ നിങ്ങൾക്ക് അവിടെ? ടാങ്കർ കിടക്കാൻ കാണുന്നു. ഒരെണ്ണം പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്, ഒരെണ്ണം അവിടെ വലിയ കുഴപ്പമില്ലാണ്ട് പെയിൻ്റൊക്കെ അടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം സ്റ്റാർട്ടായിട്ടുണ്ട്. വണ്ടി ഇതേക്ക് എടുക്കണം. ഒരു മജീദ് അവിടെ, ഒരു നമ്മൾ കൈയും കാലും കഴുകാനും മുഖം കഴുകാനും മൂത്രം വയ്ക്കാനൊക്കെ ആയിട്ട് ഉള്ളൊരു സ്ഥലമാണ്. നല്ലൊരു ഏരിയയാണ് അത് കേട്ടോ. ഞാനിവിടെ ഉണ്ട്, ഞാനിത് ഇപ്പോൾ ആ വണ്ടിയുടെ കൂടെ നമുക്ക് പോവാം കേട്ടോ. നല്ലൊരു അതിർത്തി ഗ്രാമമാണത്, നല്ല സ്ഥലമാണത്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്, നമ്മളിനി വണ്ടിയിൽ പോവും. ഒമാൻ, ഇതാണ് ഷാർജ, ഷാർജയുടെ ബോർഡർ കേട്ടോ.
ഇതാണ് ഷാർജയുടെ ബോർഡർ. ഇത് ഷാർജയുടെ ബോർഡർ. ഫെൻസിങ് ഇങ്ങനെ കെട്ടി. വീടൊന്നും ഷാർജ ഇല്ലല്ലോ, നമ്മുടെ വീട്ടല്ലേ? ഇല്ല, ആക്ച്വലി ഈ സ്ഥലത്തോടെ പേര് ഹത്ത. ഹത്ത 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 എച്ചണ ഹത്ത ഹത്ത ഹത്ത. ഇതും കാര്യം വണ്ടി കിട്ടിയത് കയറി എന്താ പ്രശ്നമായാലും എന്താ അവിടെ എന്നത് വണ്ടി ഏതോ പ്രശ്നമായെങ്കിൽ പ്രശ്നം പരിപാടിയില്ല. മഴ കയറി ഭയങ്കര പ്രശ്നം. സാൻഡ്വിച്ചിന്റെ കടയൊക്കെ വരും. അതുണ്ടാക്കാം. ചിൽഡ്രൻ പാർക്ക് ഉണ്ട്. നമ്മൾ ഈ സ്ഥലത്തുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിലുണ്ട്. ഭയങ്കര ചൂടാണ്. അപ്പോൾ തണുത്ത്